നെയ്യാറ്റിങ്കര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലെ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും സ്വർണ്ണക്കട്ടകളും വെള്ളി തിരുമുഖങ്ങളും കാണാനില്ല. തിരുവാഭരണ കമ്മീഷന്റെ പരിശോധനയിലാണ് സംഭവം പുറത്തുവന്നത്. ദേവസ്വം ബോർഡിന്റെ നെയ്യാറ്റിങ്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലെ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണം സൂക്ഷിക്കുന്നത് പാറശാല മഹാദേവൻ ക്ഷേത്രത്തിലെ ലോക്കറിലാണ്. അവിടെ നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തുവന്നത്. പാറശാല മഹാദേവർ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കട്ടി, മരിയങ്കര ക്ഷേത്രത്തിലെ സ്വർണ്ണ മുദ്രപ്പൊതി, കേളേശ്വരം ക്ഷേത്രത്തിലെ സ്വർണ്ണ ഗോപി, അതോടൊപ്പം തന്നെ കുട്ടപ്പന ക്ഷേത്രത്തിലെ വീരചക്രം തുടങ്ങി 20ഓളം ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും തിരുമുഖവും കാണാനില്ല. തിരുവാഭരണ കമ്മീഷൻ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഈ പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്തിയ ശേഷം നെയ്യാറ്റിങ്കര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ പേപ്പറാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ പറയുന്നതാണ് ഇത്രയും ക്ഷേത്രങ്ങളിലെ തിരുവാഭരണം ഉൾപ്പെടെയുള്ള സ്വർണ്ണങ്ങൾ കാണാനില്ല എന്നുള്ളത്. കേരളത്തിലെ പല ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായിട്ടുണ്ട് എന്നത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ്. അത് ഇപ്പോൾ പരിശോധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായ മുരളീധരൻ പറയുന്നത്. അങ്ങനെ പിണറായി സർക്കാരിന്റെ കാലത്താണ് വലിയ രീതിയിൽ ക്ഷേത്രങ്ങളിൽ വ്യാപകമായി ഈ സ്വർണ്ണാഭരണങ്ങൾ അതോടൊപ്പം തന്നെ തിരുമുഖങ്ങൾ എല്ലാം തന്നെ മോഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതെല്ലാം വ്യക്തമായ രീതിയിൽ പരിശോധിക്കുമെന്ന് UDF സർക്കാർ തന്നെ ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ദേവസ്വം മന്ത്രി തന്നെ വാക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ ഈ റിപ്പോർട്ട് ദേവസ്വം മന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.